ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. മാങ്ങ വെച്ചിട്ടാണ്, മാമ്പഴമില്ലേ, മാമ്പഴം വെച്ചിട്ടാണ്. എനിക്ക് കുറച്ച് മാമ്പഴം നമ്മുടെ മാവേന്ന് നിന്ന് കിട്ടിയ നേരം ഞാൻ ഓർത്ത് ഈ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, പക്ഷേ നല്ല സ്വാദുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുവാണ് കേട്ടോ. അതിന് മാങ്ങ വേണം, ഏലക്ക വേണം, 3-4 ഏലക്ക വേണം, പിന്നെ ചവ്വരി വേണം. പിന്നെ മാങ്ങയുടെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ശകലം പഞ്ചസാര ഇടാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് പാല്, ചെറിയ ഗ്ലാസ്സിൽ ഒരു ചെറിയ 1/4 ഗ്ലാസ് പാല് കൂടെ ചേർക്കണം. അത്രയും മതി കേട്ടോ. അതിന് നമുക്ക് തുടങ്ങാം. ആദ്യം മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിന് ഞാൻ മാങ്ങയുടെ തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ. മാങ്ങയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ച്, തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ച്. ഇനി ഞാനിത് പുളി എടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് കാണിക്കാം നിങ്ങളെ കേട്ടോ. അതിനകത്ത് പഞ്ചസാര അതുപോലുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടാണ് ചെയ്യണത്. മാങ്ങയെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അടിച്ചെടുക്കണം മിക്സിയിൽ. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതിനകത്തേക്ക് ഇടുന്നത് 4-5 ഏലക്കായ എടുത്ത് വെച്ചിട്ടില്ലേ, 4-5 ഏലക്കായ, പിന്നെ ഈ കണിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം. ഇത്ര ഇട്ട് നമുക്ക് ആദ്യം കുറച്ച് അടിച്ചെടുക്കാം. ഞാൻ അരച്ചുകൊണ്ട് വന്നു കേട്ടോ. ആദ്യം കുറച്ച് അരച്ച് ഞാൻ ഇതിനകത്ത് കൊണ്ടിട്ടു, പിന്നെ രണ്ടാമത് അരച്ചത് ഇതിനകത്തേക്ക് ഒഴിക്കുവാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ചവ്വരി നമ്മൾ വേവിച്ച് തണുത്ത വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അന്നേരം പൊത്ത് പോലെ ഇരിക്കും. അതാണ് ഇത്. ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഇതിന് ഇടയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കടിക്കണ്ടേ, ഇതെന്താ സംഭവം എന്നറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് മാങ്ങ നമ്മൾ ഇട്ട് കൊടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മാങ്ങ. പിന്നെ കുറച്ച് ഇതിന് മധുരം കുറവാണ് ഈ മാങ്ങയ്ക്ക്, അതുകൊണ്ട് ഞാൻ ശകലം പഞ്ചസാര കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇത്രയും ചേർക്കും. ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പാല്, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട. ഇത് ഞാൻ ശകലം പാല് ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക്, കൂടുതലില്ല, ഒത്തിരി 2-3 സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കുക. പഞ്ചസാരയും പാലും ചവ്വരി എല്ലാം ഒന്ന് മിക്സായിട്ട് വരും. ഇലക്കായിട്ട് അങ്ങനെ എടുക്കണം. ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന. പക്ഷേ ഷുഗർ ഉള്ളവർ പഞ്ചസാര ചേർക്കാതെ തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഷുഗറിന് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങയുടെ ഇതിങ്ങനെ കഴിക്കണം തോന്നുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.